ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ വേണ്ടി തയ്യാറായിരുന്നതാ. എന്നിട്ട് ഹോട്ടലിൽ ആഹാരമില്ല, ഭാഗ്യലക്ഷ്മി ചേച്ചി ഉണ്ടാക്കി തരുന്ന ഹോസ്റ്റലിൽ ആഹാരവും ഇല്ല. അത്താഴപ്പട്ടിണി കിടക്കേണ്ട അവസ്ഥയായി. വിശന്നിട്ട് പാടില്ല പ്രിയൻ ചേട്ടാ. ചായ ഇട്ട് ഫ്ലാസ്കിൽ കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞതാ. പ്രിയൻ ചേട്ടൻ അതും സമ്മതിച്ചില്ല. ചായ ഉണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും കുടിച്ച് കുറച്ച് സമയം പിടിച്ചു നിൽക്കായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ പാറു? ഓ, നല്ല വിശപ്പ്. എന്നെ വെയിറ്റ് ചെയ്യണ്ട, നീ പൊയ്ക്കോന്ന് ഞാൻ പറഞ്ഞതല്ലേ. അത് കേട്ടിരുന്നെങ്കിൽ നിനക്കിങ്ങനെ വിശന്നിരിക്കേണ്ട അവസ്ഥ വരുമായിരുന്നു. തൽക്കാലം കുറച്ച് വെള്ളം കുടിക്കുക. നേരം വെളുത്ത് ആരെങ്കിലും വാതിൽ തുറന്നു തരുന്നത് വരെ രണ്ടുപേരും പട്ടിണി. എന്താ എന്താ പേടിച്ചോയോ? അയ്യോ, സോറി. ഞാനങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തൊന്നുമല്ല. വിശപ്പല്ലേ ഇപ്പൊ നിന്റെ പ്രശ്നം. അതിന് ഒരു പരിഹാരം കണ്ടുപിടിച്ചതിന്റെ സന്തോഷത്തിൽ അറിയാതൊന്ന് ഉച്ചവെച്ച് പോയതാ. എന്റെ വിശപ്പിന് പരിഹാരം കണ്ടുപിടിച്ചെന്നോ? എന്ത് പരിഹാരം? ഇവിടെ നീ എന്തൊക്കെയാ കാണുന്നേ? ഇവിടെ കുറെ തുണികള്, പിന്നെ കുറെ പെട്ടികള്. അത് മാത്രമല്ലേ നീ കാണുന്നുള്ളൂ. പക്ഷെ അത് മാത്രമല്ല, ഇതിനകത്ത് ഒരു പെട്ടിക്കട തന്നെ ഉണ്ട്. പെട്ടിക്കടയോ? ഈ ഗോഡൗണിലോ? പ്രിയൻ ചേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? വിശ്വാസം വരുന്നില്ലല്ലേ? ഞാൻ കാണിച്ചു തരാം. തുറന്നു നോക്ക്. അരിമുറുക്ക് തീർന്നില്ല. തുറന്നു നോക്ക്. ഹായ്, കടല മിഠായി. ഇതൊക്കെ ഇവിടെ എങ്ങനെയാ വന്നത്? ഇപ്പോഴും തീർന്നിട്ടില്ല. ഇതൊരു തുടക്കം മാത്രം. ഇതിനകത്തൊരു പെട്ടിക്കട തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. നോക്ക്. തേൻമിഠായി. അയ്യോ, ഉണ്ണിയപ്പം. അയ്യോ, മിച്ചർ. എങ്ങനുണ്ട്? മതിയോ? വീണമെങ്കിൽ ഇനിയും നോക്കാം. 4 ദിവസം തിന്നാലും തീരാത്തത്രയും സാധനം ഈ ഗോഡൌണിനകത്തുണ്ടാവും. നോക്കണോ? വേണ്ട, ഇപ്പൊ ഇത്രയൊക്കെ മതി. അതല്ല, ഇതെല്ലാം എങ്ങനെ ഇവിടെ വന്നത്? കാലത്ത് കരുണാകര സാർ വിളിച്ചപ്പോ നിഷ ചേച്ചി ഓടി വന്നത് നിനക്ക് ഓർമ്മയില്ലേ? നിഷ ചേച്ചിയുടെ വായ നിറയെ എന്തൊക്കെയോ ഉണ്ടായിരുന്നില്ലേ? നിഷ ചേച്ചിക്ക് ഇടയ്ക്കിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി നിഷ ചേച്ചി ഒളിപ്പിച്ചു വെച്ചതാ.
ദിവസം ഒരു 3-4 തവണയെങ്കിലും നീ ഈ ഗോഡൌണിനകത്തേക്ക് വരാറുണ്ടല്ലോ, ക്ലീൻ ചെയ്യാനും മെറ്റീരിയൽസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. എന്നിട്ട് നീ ഇതൊന്നും കണ്ടില്ലല്ലോ. ഇല്ല. ആ, ഈ രഹസ്യം ആർക്കും അറിയില്ല. അറിഞ്ഞാ ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഈ രഹസ്യം 3 പേർക്ക് മാത്രമേ അറിയൂ. ആർക്കൊക്കെ? ഒരാളെ നിഷ ചേച്ചി തന്നെയാ, പിന്നെ എനിക്ക് മോഹനും. നിഷ ചേച്ചിയുടെ തീറ്റ പ്രാന്ത് കൊണ്ട് ഇങ്ങനൊരു ഗുണം ഉണ്ടായല്ലോ. വിശന്നിരിക്കണ്ട, കഴിക്ക. പ്രിയൻ ചേട്ടന് വിശക്കുന്നില്ലേ? കഴിക്ക്, ഇരിക്ക്.